അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠന ക്ലാസ് കബൂലാക്കുമാറാവട്ടെ. അശ്ശമായിലുൽ മുഹമ്മദിയ എന്ന ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം, ജീവിതം, സ്വഭാവം വിവരിക്കുന്ന ഈ ഗ്രന്ഥം ഇതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഈ ഹദീസ് വായന നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നത് അല്ലാഹു അവൻ്റെ അടുക്കൽ കബൂലാക്കുമാറാവട്ടെ. ഹദ്ദസന മഹ്മൂദ് ബിൻ ഗൈലാൻ ഹദ്ദസന വഖീ ഹദ്ദസന സുഫിയാൻ അൻ അബി ഇസ്ഹാഖ് അനിൽ ബറാഇ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഖാല. മഹാനായ ബറാഇ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അബു ഇസ്ഹാഖ് എന്നവർ ഉദ്ധരിക്കുന്നു. ഖാല, ബറാഇ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു മിൻ ദി ലിമ്മ ഫി ഹുല്ലത്തി ഹംറാഅ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുവന്ന ഷാള് ധരിച്ച് തലമുടി കാതിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നിന്ന ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ലഹു ഷഅറും യദ്രിബു മങ്കിബൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടത്തെ രണ്ട് ചുമലിലേക്ക് എത്തി നിൽക്കുന്ന മുടിയുണ്ടായിരുന്നു. ബഈദമാ ബൈനൽ മങ്കിബൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് ചുമലിൻ്റെ ഇടയിൽ അകലമുണ്ടായിരുന്നു. ഇതൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയെ സൂചിപ്പിക്കുന്ന ആ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലം യകുൻ ബിൽ ഖസ്വീരി വലാ ബിൽ തവീലി. നീളമുള്ള ആളോ നീളം കുറഞ്ഞ ആളോ അല്ല, ഒത്ത ശരീരമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഹദീസ് നമ്പർ 5. ഹദ്ദസന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഹദ്ദസന അബൂ നഈം ഹദ്ദസന അൽ മസ്ഊദിയു അൻ ഉസ്മാൻ ബിൻ മുസ്ലിം ബിൻ ഹുർമുസ് അൻ നാഫി ബിൻ ജുബൈർ ബിൻ മുത്ഇം അൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ലം യകുനിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തവീലി വലാ ബിൽ ഖസ്വീരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം നീളമുള്ള ആളല്ല, എന്നാൽ അധികം ചെറിയ നീളം കുറഞ്ഞ കുറുതായ ആളും അല്ല, മധ്യനിലയിലുള്ള ആളായിരുന്നു. ശസ്നുൽ കഫൈനി വൽ ഖദമൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് മുൻകൈ, രണ്ട് കാല്, അത് അല്പം ഉരമുള്ള കട്ടിയുള്ളതായിരുന്നു. തീരെ കട്ടിയില്ലാത്ത, വളരെ മിനുസമായ കരങ്ങളല്ല, വിരലുകളല്ല, മുൻകൈയല്ല, കാലല്ല, അല്പം കട്ടിയുള്ള, അല്പം ഉരമുള്ളതായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻകൈ, രണ്ട് കാല്. ലഹ്മുർ റഅസി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല ശരീരത്തോട് യോജിച്ച ഒത്ത വലുപ്പമായിരുന്നു. ലഹ്മുൽ കറാദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ധിയിലെ എല്ലുകൾ അതും ശരീരത്തോട് യോജിച്ച ഒത്തതായിരുന്നു, ഒത്ത വലുപ്പമായിരുന്നു. തവീലുൽ മസ്റുബ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പൊക്കിളിലേക്ക് നേർന്ന മുടികളുണ്ടായിരുന്നു. ഇദാ മഷ തകഫഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നാൽ ഊന്നി നടക്കും, മുന്നിലേക്ക് ആഞ്ഞു നടക്കും. തകഫിയൻ. കഅന്നമാ യൻഹത്തു മിൻ സബബ്. ഒരു കുന്നിൽ നിന്ന് താഴേക്ക്
ഇറങ്ങുമ്പോഴുള്ള നടത്തം പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ഞിൽ ബലം കൊടുത്ത് മുന്നിലേക്ക് ആഞ്ഞ് നടക്കുന്ന നടത്തമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം. എന്നിട്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമോ ഇതുപോലെ നബിയോട് സമാനമായിട്ട് തുല്യമായിട്ട് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുന്നതായി നമുക്ക് കാണാം. ഹദീസ് നമ്പർ 6. ഹദ്ദസന അഹ്മദ് ബിൻ അബ്ദത്തുൽ ലബഇയുൽ ബസരിയു വഅലി ബിൻ ഹുജിർ وأبو جعفر محمد بن الحسين وهو بن أبي حليمة المعنى واحد قالوا حدثنا عيسى بن يونس عن عمر بن عبد الله مولى أفرة حدثني إبراهيم بن محمد من ولد علي بن أبي طالب رضي الله عنه قال كان علي رضي الله عنه علي بن أبي طالب رضي الله عنه ആയിരുന്നു إذا وصف رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിവരിച്ചാൽ ഖാല ലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിത്തവീലി മുമഗ്വതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിധി വിട്ട നീളമുണ്ടായിരുന്നില്ല. അപകർഷതാ ബോധം ഉണ്ടാക്കുന്ന, കാണുമ്പോൾ നീളമുള്ള ഒരാളാണ് എന്ന അഭിപ്രായം പറഞ്ഞു പോകുന്ന പരിധി വിട്ട നീളമുണ്ടായിട്ടില്ല. വലാബിൽ ഖസീരിൽ മുതറദ്ദിദ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി കുറുകിയ ആളുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മധ്യനിലയിലായിരുന്നു. അവിടുത്തെ ആ നിലയുടെ അതിൻ്റെ കണക്ക്, അതിൻ്റെ വലുപ്പം. കാന റബ്ബ് മിനൽ ഖൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ ഒത്തയാളായിരുന്നു. ലം യകുൻ ബിൽ ജഅദിൽ ഖതത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നന്നായി ചുരുണ്ട് കിടക്കുന്നതല്ല. വലാ ബിസ്സബ്ത്. അതുപോലെ തീരെ ചുരുളാതെ നീണ്ട് പാറിക്കളിക്കുന്ന നേർത്ത മുടിയല്ല. പിന്നെ കാന ജഅദൻ റജുല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഒരല്പം ചെറുതായ നിലക്ക്, അത് ചുരുണ്ട് എന്ന് പറയത്തക്ക അല്ല, എന്നാൽ നല്ല നീളത്തിൽ നേർന്ന് ഇങ്ങനെ ഒത്ത മുടിയായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി. പൂർണ്ണമായി ചുരുണ്ടതുമല്ല, എന്നാൽ തീരെ വളവോ ചുരുളോ ഇല്ലാതെ നേർന്ന് വലുതായി നീണ്ടുകിടക്കുന്ന പാറിക്കളിക്കുന്ന മുടിയും അല്ല. എല്ലാറ്റിനും ഒരു പ്രത്യേക രീതിയിലായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ടായിരുന്നത്. മാത്രമല്ല വലം യകുൻ ബിൽ മുത്തഹമി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല തടി ഉള്ള ആളല്ല, ഒത്ത തടിയാണ്, അധിക വണ്ണം തടി വലുപ്പമുള്ള ആളല്ല. വലൽ മുകൽസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഫുൾ വട്ടമുഖമല്ല, ഫുൾ റൗണ്ടല്ല. വകാന ഫി വജ്ഹിഹി തദ്വീർ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം റൗണ്ടുണ്ട്. എങ്ങനെ? അല്പം നീണ്ട് റൗണ്ടുള്ള മുഖമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. അല്ലാതെ ഫുൾ റൗണ്ടല്ല, അല്പം നീണ്ടിട്ട് റൗണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. അബിയലു മുഷ്റബുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുവപ്പു കലർന്ന വെളുപ്പു നിറമാണ് അവിടുത്തെ ആ മേനിയുടെ കളർ. ഫുള്ള് വെളുപ്പല്ല, ഫുള്ള് തവിട്ട് കളറല്ല, ചുവപ്പ് കലർന്ന വെളുപ്പു നിറമാണ്. ഷസ്നുൽ കഫൈനി വൽ ഖദമൈൻ. അതുപോലെ നേരത്തെ പരാമർശിച്ച ഭാഗം തന്നെയാണ് ഈ ഹദീസിലും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മുൻകൈ, 2 കാല് അല്പം ഉരമുള്ള, പൂർണ്ണമായി അത് നേരിയതല്ലാത്ത, എന്നാൽ അല്പം ഉരമുള്ള, കനമുള്ള, പെരുപെരുപ്പുള്ളതായിരുന്നു. മഷാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നാൽ തഖല്ല. നബി കനം കൊടുത്ത് നടക്കും. കഅന്നമാ യൻഹത്തു ഫി സബബ്. ഒരു കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക്
ഇറങ്ങുമ്പോൾ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം ആഞ്ഞു നടക്കും. ഇദൽതഫത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞാൽ ഇൽതഫത മഅ, മൊത്തത്തിലാ തിരിയുക. സാധാരണ നമ്മൾ കണ്ണുകൊണ്ട് കട്ട് നോക്കാറുണ്ട്, കണ്ണുകൊണ്ട് നോക്കാറുണ്ട്, അല്ലെങ്കിൽ തല മാത്രം തിരിച്ചു നോക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിയാണെങ്കിൽ, പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ, ഏത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നബി മൊത്തത്തിൽ അങ്ങോട്ട് തിരിയുന്ന സ്വഭാവമാണ് ഉള്ളത്. ബൈന കത്തിഫൈഹി ഖാത്തിമുൻ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ചുമരിനിടയിൽ അവിടുത്തെ നുബുവത്തിൻ്റെ അടയാളം സീലുണ്ടായിരുന്നു. വഹുവ ഖാത്തമുൻ നബിയീന, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. അജ്വദുൻ നാസി സദറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും ഹൃദയവിശാലൻ, ജനങ്ങളിൽ കൂടുതൽ എല്ലാവരേക്കാൾ ഹൃദയവിശാലതയുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല അസ്തഖുൻ നാസി ലഹ്ജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചാൽ ജനങ്ങളിൽ ഏറ്റവും സത്യസന്ധമായ ഭാഷണമാണ്. ഒരു കളവില്ലാതെ, ഒരു ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ എഡിറ്റ് ചെയ്ത നന്നായ സംസാരം, ഫുള്ള് സത്യസന്ധമായ വർത്താനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം. അതുപോലെ തന്നെ വഅല്യനുഹും അരീക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതി അത് ജനങ്ങളെക്കാൾ, മറ്റുള്ളവരെക്കാൾ വളരെ ലോലമായിരുന്നു, വളരെ സൗമ്യമായിരുന്നു, വളരെ ലോലമായ പെരുമാറ്റമായിരുന്നു. അക്റമുഹും ഇശ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും സമ്പർക്കം പുലർത്തി അവിടത്തോട് സഹവസിച്ചാൽ അവിടുത്തെ ആ സ്വഭാവ മഹിമ കൊണ്ട്, ഗുണവിശേഷണം കൊണ്ട് ജനങ്ങൾ കൂടുതൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കും, അവിടുത്തെ ബഹുമാനിക്കും. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്പർക്കം പുലർത്തുന്തോറും, അവിടത്തോട് ബന്ധം പുലർത്തും തോറും കൂടുതൽ ആദരവ് ജനങ്ങളിൽ മുത്തു റസൂലുള്ളാഹി തങ്ങൾക്കുണ്ടാകും. മൻ റആഹു ബദീഹത്തൻ, നേരത്തെ നബിയെ കാണാത്ത ഒരാൾ തുടക്കത്തിൽ ആദ്യം തന്നെ കണ്ടാൽ ഹാബഹു, അവിടുത്തെ ഗാംഭീര്യത കാണുമ്പോൾ, അവിടുത്തെ ഹൈബത്ത് കണ്ട് പേടിച്ചു പോകും ആളുകൾ. അത്രയും ഗാംഭീര്യത അവിടുത്തെ ആ മുഖഭാവം ഫസ്റ്റ് കാണുന്നവർക്ക് അല്പം ഒരു അറപ്പ്, പേടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അടുക്കാനുണ്ടാവും. വമൻ ഖാലതഹു മഅരിഫതൻ, എന്നാൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മനസ്സിലാക്കി, മുത്തുനബിയെ അടുത്തറിഞ്ഞ് അവിടത്തെ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും സമ്പർക്കം പുലർത്തിയാലോ അഹബ്ബഹു, നബിയെ നന്നായി ആ വ്യക്തി പ്രിയം വയ്ക്കും. അത്രയും മനോഹരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നബിയെ തിരിച്ചറിയുന്നവർ പിന്നെ നബിയെ വിട്ടിട്ട് എവിടെയും പോകില്ല. നമുക്ക് എല്ലാ രക്ഷക്കുള്ളതാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. യഖൂലു നാഇതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷണം പറയുന്ന വ്യക്തികൾ പറയും, ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു, നബിക്ക് മുമ്പോ ശേഷമോ ഈ നബിയോട് തുല്യമായി ഒരാളെയും കണ്ടിട്ടില്ല ഞാൻ എന്നവർ പറയും. അത്രയും ആകാരസൂഷ്ഠതയുള്ള, ഗാംഭീര്യമുള്ള, എല്ലാം ഒത്ത, ഒരു നിലക്കും ഒരു മോശമായ ഒരു വാക്കുപോലും ആർക്കും പറയാൻ കഴിയാത്ത അത്രയും മനോഹരമായ സൃഷ്ടിപ്പാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ സ്വഹാബാക്കൾ അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കി നാളെ ഹദീസ് പാരായണം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഹദീസ്, അതിൻ്റെ പദാർത്ഥം, ആശയം മനസ്സിലാക്കിയുള്ള ഇമാം തിർമിദി തങ്ങളുടെ അശ്ശമാഇലുൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥം അത് വായിച്ച് കേൾക്കുന്നത്
അത് മനസ്സിലാക്കുന്നത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൊരുത്തത്തിന് അള്ളാഹു കാരണമാക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ ഇതിൻ്റെ ക്ലാസ് നടക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.